വെൽക്കം ബാക്ക് ടു സൈലോം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഇതാ ഇങ്ങ് എത്തി. അപ്പൊ നിങ്ങൾ എല്ലാവരും ധാരാളം ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ജെയിൻ വീൽ തിരിയുമ്പോൾ വീലിൽ ഇരിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന ചലനവും വീലിന്റെ ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നിങ്ങൾക്ക് ഇവിടെയാണ് ഒരു ജെയിൻ വീല് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ജെയിൻ വീലില് നമ്മുടെ വീലിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ഇതാണ് നമ്മുടെ കുട്ടിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ചലനം, ഇതിപ്പോ ആ കുട്ടിയെ ഞാനിതാ എ എന്ന് അടയാളപ്പെടുത്തി. ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ചലനം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഓരോ വീലിനും ഉണ്ടാവുന്ന ചലനം എങ്ങനെയാണ്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പനവും ദോളനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വൈബ്രേഷനും ഓസിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എക്സാമ്പിൾസ് അടക്കം നമ്മൾ എഴുതണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ വീലിലിരിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന ചലനം. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടിയെങ്കിൽ ആ കുട്ടിക്കുണ്ടാവുന്ന ചലനം എങ്ങനെയാണ്, കുട്ടി ഇങ്ങനെ കറങ്ങി 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 പോവാണ് അല്ലെ. അതായത് ഒരു വൃത്തപാതയിലുള്ള ചലനമാണ് കുട്ടിക്കുണ്ടാവുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് വൃത്തപാതയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കുലാർ പാത്തിലാണ് ചലനം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേരായിരുന്നു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ വീലാണ്. അപ്പൊ വീലിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്വന്തം അക്ഷം അല്ല, ഈ കൊടുത്തിരിക്കുന്ന ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വീൽ എന്ത് ചെയ്യുന്നത്, ഓരോ വീലും ഇങ്ങനെ കറങ്ങുന്നത്. അപ്പൊ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കറക്കമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു നമ്മുടെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, കമ്പനവും ദോളനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ഈ ദോളനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ക്ലോക്കിന്റെ പെൻഡുലം ആലോചിച്ചാൽ മതി. ക്ലോക്കിന്റെ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ഇങ്ങനെ ഒരു മീൻ പൊസിഷനിൽ അല്ലെങ്കിൽ അതിന്റെ തുലന സ്ഥാനത്ത് അനങ്ങാതിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ആ ഒരു തുലന സ്ഥാനത്ത് നിന്നും ഇരുവശങ്ങളിലേക്കുള്ള ഒരു ചലനമാണ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിലും അല്ലെങ്കിൽ നോർമലി ക്ലോക്കിന്റെ പെൻഡുലത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഊഞ്ഞാലാടുമ്പോഴൊക്കെ എന്താണ്, ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഊഞ്ഞാല കയറിയിരിക്കുന്നു, അതാണ് അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതാണ് അതിന്റെ തുലന സ്ഥാനം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ട് വശങ്ങളിലേക്കുമുള്ളൊരു ചലനമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരു തുലന സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഇരുവശങ്ങളിലേക്കുമുള്ള ചലനത്തെയാണ് നമ്മൾ ഓസിലേഷൻ അല്ലെങ്കിൽ ദോളനം എന്ന് പറയുന്നത്. അത് തന്നെ വളരെ ഫാസ്റ്റ് ആയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ചലനം കൂടാതെ നമ്മൾ പ്രധാനമായി 5 തരത്തിലുള്ള ചലനങ്ങളായിരുന്നു പഠിച്ചത്. ഫസ്റ്റ് വൺ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. അവിടെ നിങ്ങൾ ആലോചിക്കണം, ആ വസ്തുവിന് ചലനം സംഭവിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അടുത്തതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. അവിടെ മക്കൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ സ്വന്തം അക്ഷത്തെ അല്ലെങ്കിൽ സ്വന്തം ആക്സിസിന്റെ ബേസിലുള്ള ചലനമാണ്. പിന്നെ ഉള്ളതാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ, വൃത്താകൃതിയിലുള്ള ചലനം അല്ലെങ്കിൽ വൃത്തപാതയിലൂടെയുള്ള ചലനം. അതിനെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയുന്നത്. ദോളനം എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്തെ മീൻ പൊസിഷനെ ആധാരമാക്കി രണ്ട് സൈഡിലേക്കുമുള്ളത്. നമ്മുടെ ഓസിലേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസിലേഷൻ അല്ല, വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ്, റാപ്പിഡ് ഓസിലേഷനെയാണ്. ഓക്കെ, റാപ്പിഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓസിലേഷൻ നടന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്നതായിരുന്നു നമ്മുടെ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോഴാണ് ഭൂമിയിൽ നിന്ന് നോക്കുന്ന കുട്ടിക്ക് അർദ്ധചന്ദ്രനെ കാണാനായിട്ട് സാധിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഹാഫ് മൂൺ ആയിട്ട് ഏത് പൊസിഷനിലാണ് കാണുന്നത്? ഇവിടെ പൊസിഷൻ നോക്കിയാൽ 1, 2, 3, 4, 5. ഓക്കെ, ഏത് പൊസിഷനിലായിരിക്കും ഹാഫ് മൂൺ ആയിട്ട് കാണുന്നത്? യെസ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഓരോ പൊസിഷനും ഒന്ന് മനസ്സിലാക്കണം. ഈ 1 എന്ന് പറയുന്ന പൊസിഷനാണ് നമ്മുടെ ന്യൂ മൂൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറുത്ത വാവ്. 5ാമത്തെ പൊസിഷനാണ് നമ്മുടെ ഫുൾ മൂൺ അല്ലെങ്കിൽ വെളുത്ത വാവ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കറിയാം, ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഒരു ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടിക്കൂടിയാണ് വരുന്നത്. അതായത് ന്യൂ മൂണിൽ നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ അതിന്റെ ആ ഒരു സൈസ് കൂടിക്കൂടി വരുന്നു, തേങ്ങാപ്പൂള് പോലെയായി, പിന്നെ നേർ പകുതിയായി, പിന്നെ കുറച്ചും കൂടി വലുതായി ഫുൾ മൂണില് നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഹാഫ് മൂൺ ആയിട്ട് ഏത് പൊസിഷനിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ പൊസിഷൻ 3 ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് സ്ഥാനങ്ങളിൽ ചന്ദ്രൻ വരുമ്പോഴാണ് അമാവാസിയും പൗർണമിയും അനുഭവപ്പെടുന്നത്? അതായത് ന്യൂ മൂണും ഫുൾ മൂണും
ന്യൂ മൂണും ഫുൾ മൂണും എപ്പോഴാണ് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞത്? യെസ്, പൊസിഷൻ 1 വരുമ്പോഴാണ് ന്യൂ മൂണ്, പൊസിഷൻ 5 വരുമ്പോഴാണ് ഫുൾ മൂൺ. ഈ ന്യൂ മൂൺ എന്ന് പറയുന്നതാണ് മക്കളെ നമ്മുടെ അമാവാസി, ഫുൾ മൂൺ എന്ന് പറയുന്നതാണ് നമ്മുടെ പൗർണമി. ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പരിക്രമണം, അതായത് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ അതിന് രണ്ടിനും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സെയിം ആണ്, 27 ഡേയ്സ് ആണ്. അപ്പൊ ഇതിന് രണ്ടിനും ഒരേ സമയം കൊണ്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പം നോക്കിയാലും ചന്ദ്രന്റെ ഒരേ ഒരു ഭാഗം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ നോക്കിയത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി കണ്ട് നിങ്ങളുടെ മനസ്സിൽ തറവാക്കിയിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോവാൻ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.